റായിമുമായിട്ടുള്ള തൻ്റെ റിലേഷൻഷിപ്പിനെ പറ്റി ഓർത്ത് അമ്മ വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് വെറും തമാശയായിട്ടാണ് താൻ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത 3 മാസത്തിനുള്ളിൽ അവളുമായി ബ്രേക്കപ്പ് ആവും. അത് കഴിഞ്ഞിട്ടും ഞാൻ ഇവളെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നില്ല, അപ്പോഴും എനിക്കിവളെ മറക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ മാത്രം അമ്മ ഇക്കാര്യത്തിൽ ഇടപെട്ടാൽ മതി. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ അമ്മ ഞങ്ങളുടെ ബന്ധം ഒരിക്കലും അനുവദിച്ച് തരരുത് എന്നൊക്കെ ജൂവൺ അവൻ്റെ അമ്മയോട് പറയുന്നത് കേട്ട് റായും ആകെ വിഷമിച്ചിരിക്കുന്നു. കുറച്ച് സമയം മാത്രമാണ് അവൾ അങ്ങനെ വിഷമിച്ചിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മകന് തെറ്റുപറ്റിയിരിക്കുകയാണ്. അവൻ പറയുന്നത് പോലെ എനിക്ക് അവനുമായി യാതൊരു ബന്ധവുമില്ല, അവനോട് താല്പര്യവുമില്ല. ഞാൻ പലതവണ എൻ്റെ പുറകെ നടക്കരുതെന്ന് പറഞ്ഞിട്ടും അവൻ പിന്നെയും നാണമില്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന വിധത്തിലൊക്കെ എതിർത്ത് നോക്കി. എത്രയോ തവണ ഞാൻ ഇടിയും അടിയും ഒക്കെ കൊടുത്തിട്ടും അവൻ പിന്നെയും പുറകെ നടക്കുകയാണ്. നിങ്ങൾ എന്നെ വാച്ച് ചെയ്യാനായി ആരെയോ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. എന്നെ വാച്ച് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ മകനെ വാച്ച് ചെയ്യാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് റായും പോവാനായി എഴുന്നേൽക്കുന്നു. അവൾ അങ്ങോട്ടേക്ക് വന്ന സമയത്ത് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടായിരുന്നു വന്നത്. അതും കൂടി എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞ് അമ്മ അതെല്ലാം കൂടി ഈ മേശപ്പുറത്തേക്ക് എടുത്ത് എറിയുന്നത് പോലെ വെക്കുന്നുണ്ട്. കുറേയൊക്കെ താഴെ ചിതറി വീഴുന്നു. നീ പാവപ്പെട്ടവളാണെന്ന് കാണിക്കാൻ വേണ്ടിയാണോ ഇത്ര മോശമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ഈ ഒരു സ്റ്റാൻഡേർഡിലുള്ള ഒരാളെ നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെടാൻ കഴിയുന്നു എന്നൊക്കെ ചോദിച്ച് ജുവനോട് കൂടി ദേഷ്യപ്പെട്ടിട്ട് അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. റായിമിന് അത് വല്ലാത്ത ഒരു അപമാനമായിരുന്നു. അവൾ അവിടെ ഇരുന്ന് അതൊക്കെ പെറുക്കിയെടുക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ജുവൻ അവളോട് അത് അവിടെ ഇട്ടിട്ട് എഴുന്നേക്കാൻ പറയുന്നു. അവൾ പക്ഷേ അതിന് തയ്യാറാവാതെ പിന്നെയും അത് പെറുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവൻ 2 ജോലിക്കാരെ അവിടേക്ക് വിളിച്ചിട്ട് അതെല്ലാം പെറുക്കി വയ്ക്കാൻ പറഞ്ഞ് അവളെയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. കയ്യിൽ നിന്ന് വിടാൻ പറഞ്ഞ് റായും അവനെ കുറേ ഇരിക്കുന്നൊക്കെ ഉണ്ട്. നിനക്ക് എന്നെ ഇരിക്കണമെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടിരിക്കും, ഇത് എൻ്റെ വീടാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾ ഒന്ന് അടങ്ങുന്നുണ്ട്. പക്ഷേ പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ ബാഗ് വാങ്ങിക്കൊണ്ട് അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. ഇവിടെ നിന്ന് വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് അവൻ പുറകിൽ നിന്ന് വിളിച്ചെങ്കിലും അവൻ നിൽക്കുന്നില്ല. അവൻ വീണ്ടും അവളെ പിടിച്ചു നിർത്തുന്നു. താനൊരു താൽക്കാലിക സെറ്റപ്പ് മാത്രമാണ് എന്നൊക്കെ നേരത്തെ അവൻ അമ്മയോട് പറഞ്ഞതിൻ്റെ ദേഷ്യമാണ് അവൾക്ക്. നീ ഒരു സൈക്കോ ആണ്, താൽക്കാലികമാണ് എന്ന് നീ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനങ്ങ് അങ്ങനെ ആവുമോ? ഇനി മേലിൽ എൻ്റെ അടുത്തേക്ക് വന്നു പോകരുത്. ഇനി ഒരു സെക്കൻഡ് പോലും നിന്റെ ഒപ്പം സമയം ചെലവഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ശരീരത്തിൽ തൊട്ടു പോകരുത് എന്നൊക്കെ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ജുവൻ വണ്ടിയുമായി അവളുടെ പുറകെ ചെന്നിട്ട് വണ്ടിയിൽ കയറാൻ ആവശ്യപ്പെടുന്നു. ആദ്യമൊന്നും അവൾ തയ്യാറാവുന്നില്ലെങ്കിലും അവസാനം അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കയറാമെന്ന് അവൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ വണ്ടി ഓടിക്കുന്നത് താനായിരിക്കുമെന്ന് പറയുന്നു. അങ്ങനെ അവൻ വണ്ടിയുടെ താക്കോൽ അവൾക്ക് നൽകുന്നുണ്ട്. അവൾ ചെന്ന് അകത്ത് കയറിയ ശേഷം അവൻ കയറാനായി അടുത്തേക്ക് വന്നപ്പോൾ വണ്ടി കുറച്ച് മുന്നിലേക്ക് വിടുന്നു. അവൻ വഴക്ക് പറഞ്ഞുകൊണ്ട് പുറകെ ഓടിച്ചെന്ന് വീണ്ടും കയറാനായി അടുത്തെത്തിയപ്പോൾ അവൾ വീണ്ടും വണ്ടി മുന്നോട്ടെടുക്കുന്നു. ഇങ്ങനെ 3-4 തവണ ചെയ്യുന്നുണ്ട്. അവസാനം കുറച്ച് അധികം ദൂരം മുന്നോട്ട് ഓടിച്ച് വണ്ടി നിർത്തുന്നു. ജുവൻ ഓടി അടുത്തെത്തിയിട്ട് അവളോട് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. അപ്പോഴേക്കും അവൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. ഞാനിങ്ങനെ 3-4 തവണ ചെയ്തപ്പോൾ നിനക്ക് ശരിക്കും ദേഷ്യം വന്നില്ലേ? ഇതേപോലെ തന്നെയാണ് നീ എൻ്റെ അടുത്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. നിന്നോട് ആ ക്യാഷ് തിരികെ നിന്റെ അമ്മയ്ക്ക് നൽകണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? നീ എന്താണ് അത് ചെയ്യാതിരുന്നത്? ആരുടെയും വീട്ടിൽ വെറും കൈയോടെ കയറി പോകരുതെന്ന് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിക്കൊണ്ട് വന്നത്. അതിന് ഇത്രയധികം കളിയാക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവൾ ശരിക്കും ദേഷ്യപ്പെടുന്നു. നീ ഇനി എന്ത് വില കൂടിയ സാധനം കൊണ്ടുവന്നാലും അമ്മയുടെ റിയാക്ഷൻ അങ്ങനെ തന്നെ ആയിരിക്കും. അമ്മ ഇഷ്ടപ്പെടാത്തത് നീ കൊണ്ടുവന്ന സാധനമല്ല, നിന്നെയാണ്. നേരത്തെ സിറ്റുവേഷനിൽ അമ്മയെ എതിർത്തുകൊണ്ട് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അമ്മയുടെ ദേഷ്യം ഒന്നുകൂടി കൂടുകയുള്ളൂ. എന്നെക്കൊണ്ട് പറ്റാവുന്നത് പോലെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതേപോലെ നിനക്ക് നിന്നൂടെ എന്നൊക്കെ അവൻ ചോദിക്കുന്നു. അവൻ പറയുന്നത് ശരിയാണെന്ന് അവൾക്കും അറിയാം. അതാണ് അവളെ കൂടുതൽ വിഷമിപ്പിക്കുന്നത്. അവൻ്റെ കൂടെ വണ്ടിയിൽ കയറാതെ നടന്നു തന്നെയാണ് അവൾ തിരികെ പോയത്. ജുവൻ കുറേ സമയം അവിടെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. റായും പോയ വഴിക്ക് ഒരു ഷോപ്പിൽ കയറി ഇന്ന് കോഫി കുടിക്കുന്ന സമയത്ത് അവൻ അവളുടെ അടുത്ത് വീണ്ടും എത്തുന്നു. അവൾ ആകെ വിഷമിച്ചാണ് ഇരിക്കുന്നത്. അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവിടെ മുന്നിലിരുന്ന കോഫി എടുത്ത് കുടിച്ചിട്ട് അവൻ ചുണ്ടിലൊക്കെ പത പറ്റിക്കുന്നുണ്ട്. അവൾ അത് കണ്ടെങ്കിലും പ്രത്യേകിച്ചൊന്നും പറയാതെ ഇരിക്കുന്നത് കണ്ട് നിന്നെ ചിരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അത് തുടച്ച് കളയുന്നു. നമ്മൾ തമ്മിലൊരു ബന്ധം ഒരിക്കലും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ അമ്മയെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് അവളുമായി ഒരു റിലേഷൻ തുടങ്ങാൻ പറഞ്ഞ് റായും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. വളരെ വിഷമത്തോടെയാണ് അവൾ അത് പറഞ്ഞിട്ട് പോയത്. അവൾ അമ്മയ്ക്കായി വാങ്ങിക്കൊണ്ടുവന്ന ആ ഫ്രൂട്ട്സ് എല്ലാം അവൻ എടുപ്പിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വന്ന് അത് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞതിനെ പറ്റിയൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഓസ്കർ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് റായും അവൻ്റെ അമ്മയെ മീറ്റ് ചെയ്യാൻ പോയിട്ട് എന്തായി എന്ന് അന്വേഷിക്കുന്നുണ്ട്. ഓസ്കയുടെ അടുത്തിരുന്നപ്പോഴാണല്ലോ അവൾക്ക് അവൻ്റെ അമ്മയുടെ കോൾ വന്നത്. റായും വളരെ വിഷമിച്ചാണ് പോയത്. ജുവൻ അവളെ വീട്ടിൽ കൊണ്ടുവിട്ടില്ല എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഓസ്കർ അതിനൊക്കെ അവനെ വഴക്ക് പറയുന്നുണ്ട്. റായിമിൻ്റെ കാര്യത്തിൽ ഞാൻ വിചാരിച്ചതുപോലെയൊന്നും അല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവളെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല എന്നൊക്കെ ജുവൻ ഇപ്പോൾ അവനോട് തുറന്ന് പറയുന്നുണ്ട്. ഓസ്കർ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴാണ് നേരത്തെ കോപ്പിയടി പ്രശ്നത്തിൽപ്പെട്ട അവൻ്റെ ആ പാട്ടിൻ്റെ ഒറിജിനൽ സോങ് കമ്പോസ് ചെയ്തിരിക്കുന്നത് സോൺ ആണ് എന്നുള്ള ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ആയതിനെക്കുറിച്ച് അസിസ്റ്റന്റ് അവനെ അറിയിക്കുന്നത്. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സോൺ അതിനെക്കുറിച്ച് തന്നോട് പറയാതിരുന്നത് ഓർത്ത് ഓസ്കയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നു. അവൻ അപ്പോൾ തന്നെ സോണിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. എന്തായാലും അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നു.
എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചറിഞ്ഞ് ഓസ്കാർ അപ്പോൾ തന്നെ അവനെ മീറ്റ് ചെയ്യാനായി പോകുന്നു. നേരത്തെ തന്നെ അക്കാര്യം പറയാതിരുന്നത് എന്താണ് എന്ന് ചോദിച്ച് ഓസ്കാർ അവനെ കണ്ടപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട്. 2 തവണ ഞാൻ ഇതിനെപ്പറ്റി ക്ലൂ തന്നിരുന്നു, പക്ഷേ അത് മനസ്സിലാക്കാതിരുന്നത് നിങ്ങളുടെ മണ്ടത്തരമാണ് എന്ന് സോൺ പറയുന്നു. ശരിയാണ്, മുമ്പ് 2 തവണ അവൻ അതിനെക്കുറിച്ച് ക്ലൂ കൊടുത്തിട്ടും ഓസ്കാർ അത് മനസ്സിലാക്കാതിരുന്നതാണ്. പക്ഷേ ഇപ്പോഴും ഓസ്കാർ അവൻ്റെ കഴിവിനെ അംഗീകരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്ന രീതിയിലല്ല സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ സോണിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂൻസിയോൾ അവിടേക്ക് വരുന്നു. നേരത്തെ തന്നെ സോൺ അവളുമായി മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നതാണ്. അങ്ങനെയാണ് അവൾ അവിടെ എത്തിയത്. പാട്ട് കോപ്പി അടിച്ച് ആളെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചത് അവളാണ് എന്നും സോണിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ പുറത്തുവിട്ടത് അവളാണ് എന്നുമൊക്കെ ഓസ്കാർ ഇപ്പോഴാണ് അറിയുന്നത്. അവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ട് എന്ന് സോണും ഇപ്പോഴാണ് അറിയുന്നത്. അവനെ തൻ്റെ കമ്പനിയിലെ പുതിയ മ്യൂസിഷ്യനായി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റൊക്കെ ആയിട്ടായിരുന്നു യൂൻസിയോൾ വന്നത്. സോൺ മുമ്പ് ആവശ്യപ്പെട്ടതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ അംഗീകരിച്ചിട്ടുണ്ട്. അവനത് സൈൻ ചെയ്യണം എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ മുന്നിലേക്ക് വയ്ക്കുന്നു. ഓസ്കർ പക്ഷേ അതിന് സമ്മതിക്കുന്നില്ല. അവൻ അങ്ങനെ എതിർക്കുന്നത് കൊണ്ട് തന്നെ സോണിന് ഒന്നുകൂടി വാശി കയറുന്നുണ്ട്. അതുവരെ യൂൻസിയോളിനൊപ്പം നിൽക്കണമെന്ന് അവൻ തീരുമാനിച്ചിരുന്നതല്ല. പക്ഷേ ഓസ്കയുടെ എതിർപ്പ് കണ്ടപ്പോൾ അവൾക്കൊപ്പം നിൽക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ആ കോൺട്രാക്റ്റും എടുത്തുകൊണ്ടാണ് അവൻ അവിടെ നിന്ന് പോയത്. അവൾ തൻ്റെ അടുത്ത് നിന്ന് അവനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിച്ച് ഓസ്കാർ അവളുമായും വഴക്കുണ്ടാക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് പുറത്തേക്കിറങ്ങിയ സമയത്താണ് അവൻ്റെ അമ്മ അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അവർ തമ്മിൽ സംസാരിക്കുന്നത്. അവൻ്റെ വിവാഹത്തെ പറ്റിയൊക്കെ അമ്മ ഫോണിലൂടെ പറയുന്നുണ്ട്. ഈ സമയത്ത് യൂൻസിയോളും പുറത്തേക്കിറങ്ങി വരുന്നു. അവളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ ആഗ്രഹിക്കുന്നത് പോലെ നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ എത്രയും പെട്ടെന്ന് കണ്ടെത്താമെന്ന് അവൻ അവളെ കൂടി കേൾപ്പിച്ചുകൊണ്ട് പറയുന്നു. ജുവന്റെ ഷോപ്പിംഗ് മാളിന്റെ മുന്നിൽ നിന്നുകൊണ്ടായിരുന്നു അമ്മ അവനെ വിളിച്ചത്. ഫോൺ വെച്ച ശേഷം അവർ നേരെ പാർക്കിനെ കാണാനായി പോകുന്നു. ഇപ്പോൾ കമ്പനിയുടെ CEO സ്ഥാനത്തിരിക്കുന്നത് ജുവൻ ആണല്ലോ. അവനെ അവിടെ നിന്ന് മാറ്റി പാർക്കിനെ CEO സ്ഥാനത്തെത്താൻ സഹായിക്കാം. അതിന് പകരമായി ഓസ്കയെ വൈസ് പ്രസിഡന്റ് ആക്കണം എന്നുള്ള ഒരു ആവശ്യവുമായിട്ടായിരുന്നു അവർ അയാളെ മീറ്റ് ചെയ്തത്. അയാളെ സംബന്ധിച്ച് അത് നല്ല ഒരു ഓഫർ ആയതുകൊണ്ട് അവരെ സഹായിക്കാമെന്ന് അയാൾ സമ്മതിക്കുന്നുണ്ട്. അടുത്ത ദിവസം റായും ആക്ഷൻ സ്കൂളിൽ നിൽക്കുന്ന സമയത്താണ് മുമ്പ് അവൾ അയച്ച ബോളിവുഡ് സിനിമയുടെ ഡെമോ വീഡിയോ ചെയ്യാനായി അവൾക്ക് കോൾ വന്നിട്ടുണ്ട് എന്ന് സീനിയർ വന്ന് അറിയിക്കുന്നത്. 1000 പേരോളം അപ്ലൈ ചെയ്തതിൽ നിന്ന് വെറും 46 പേർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു കോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് ആ റോൾ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ സീനിയർ അറിയിച്ചപ്പോൾ റൈമിന് ശരിക്കും സന്തോഷമാവുന്നു. അവൾ അപ്പോൾ തന്നെ ജങ്സുവിനെ പോയി കണ്ട് ഡെമോ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്താൻ പോവുകയാണ് എന്ന് അറിയിക്കുന്നു. ഇതിന്റെ സന്തോഷം പങ്കിടാനായി അടുത്ത ദിവസം രാത്രി അവളൊരു ടീം ഡിന്നർ നടത്തുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും എനിക്ക് വേറെ കുറെ പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞ് ജങ്സു ഒഴിഞ്ഞു മാറുന്നു. അടുത്ത ഏതെങ്കിലും ദിവസങ്ങളിൽ അവന് സമയമുണ്ടോ എന്ന് അവൾ ചോദിച്ചപ്പോഴും അടുത്തെങ്ങും തനിക്ക് അതിനുള്ള സമയമില്ല എന്നാണ് അവൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അവൻ സംസാരിച്ചതിൽ നിന്ന് ജുവൻ തൻ്റെ ശരീരത്തിലായിരുന്ന സമയത്ത് അവർക്കിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് റൈമിന് മനസ്സിലാവുന്നു. പക്ഷെ എന്താണെന്ന് അവൾക്ക് വ്യക്തമാവുന്നില്ല. എന്തായാലും അന്ന് ജുവൻ പറഞ്ഞത് ജങ്സുവിനെ നന്നായി വിഷമിപ്പിച്ചിട്ടുണ്ട് എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് ചോദിക്കാനായി അവൾ ജുവന്റെ അടുത്തേക്ക് പോവാൻ തീരുമാനിക്കുന്നുണ്ട്. ക്രിസ്മസ് അടുത്തതുകൊണ്ട് അവൻ്റെ വീട്ടിൽ ജോലിക്കാരെല്ലാം കൂടി അന്ന് ഒരു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുന്നു. അവനും അവർക്കൊപ്പം കൂടുന്നുണ്ട്. ക്രിസ്മസ് ട്രീ റെഡിയായി കഴിഞ്ഞപ്പോൾ മുമ്പ് റായും ധരിച്ചിരുന്ന 2 സോക്സ് അവിടെ വെച്ചിരുന്നത് അവനെടുത്തുകൊണ്ട് ആ ട്രീയിൽ കെട്ടി തൂക്കിയിടുന്നു. അതിലേക്ക് നോക്കിക്കൊണ്ട് റായിമിനെ കുറിച്ച് അവനിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് അവൾ അവൻ്റെ അടുത്ത് എത്തിയത്. വെറും തോന്നലാണോ അതോ സത്യമാണോ എന്നറിയാതെ അവനൊന്ന് കൺഫ്യൂഷൻ ആവുന്നു. അവളുടെ കവിളിലൊന്ന് തൊട്ട് നോക്കിയ ശേഷമാണ് തോന്നലെല്ലാം സത്യം തന്നെയാണ് എന്ന് അവന് ബോധ്യമാവുന്നത്. ജങ്സുവിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവൻ എന്താണ് പറഞ്ഞത് എന്ന് റായിം അവനോട് ചോദിക്കുന്നു. ജെജോ ഐലൻഡിൽ വെച്ച് ജങ്സുവിന് അവളോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് മനസ്സിലായതും ഒരിക്കലും അതിനെക്കുറിച്ച് തുറന്ന് പറയരുതെന്ന് ആവശ്യപ്പെട്ടതുമൊക്കെ ജുവൻ അവളോട് പറയുന്നുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ റായിമിന് ശരിക്കും ദേഷ്യം വരുന്നു. ഡയറക്ടർക്ക് എന്നോട് ഒരിക്കലും അങ്ങനെ ഒരു ഇഷ്ടമുണ്ടാവാൻ സാധ്യതയില്ല. അദ്ദേഹത്തെ എനിക്ക് കഴിഞ്ഞ 7 വർഷമായി പരിചയമുള്ളതാണ്. ഇനി അഥവാ അങ്ങനെ ഒരു താല്പര്യം അദ്ദേഹത്തിനുണ്ടെങ്കിൽ തന്നെ അത് എൻ്റെ കാര്യമല്ലേ, നീ എന്തിനാണ് അക്കാര്യത്തിൽ വെറുതെ ഇടപെട്ടത് എന്നൊക്കെ ചോദിച്ച് അവൾ ശരിക്കും ദേഷ്യപ്പെടുന്നുണ്ട്. താൻ അവൾക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി കൊടുക്കുകയല്ലേ ചെയ്തത് എന്നൊക്കെ ചോദിച്ച് ജുവൻ തൻ്റെ ഭാഗത്തെ ന്യായീകരിച്ചപ്പോൾ ഇങ്ങനെ എൻ്റെ ഒരു കാര്യത്തിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല, നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഡയറക്ടർക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാനും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൾ തിരികെ പോകാൻ തുടങ്ങുന്നു. ജുവൻ ദേഷ്യം സഹിക്കാൻ വയ്യാതെ പുറകെ ചെന്ന് അവളെ പിടിച്ചു നിർത്തിയിട്ട് പെട്ടെന്ന് അവളെ കിസ് ചെയ്യുന്നുണ്ട്. റായിം തള്ളി മാറ്റാൻ എത്ര ശ്രമിച്ചിട്ടും അവൻ പിടിവിടുന്നില്ല. കുറെ കഴിഞ്ഞപ്പോഴാണ് അവൻ പിന്മാറിയത്. എപ്പോഴും എന്നോട് ദേഷ്യപ്പെടാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ ഈ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഒരിക്കലും മറ്റേതെങ്കിലും ഒരു ആണുങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ട് നീ എൻ്റെ മുന്നിൽ വന്നു പോകരുത് എന്ന് അവനൊരു വാണിംഗ് പോലെ പറയുന്നു. ഈ സമയത്താണ് ഓസ്കർ അവിടേക്ക് വന്നത്. അവരുടെ നിൽപ്പ് കണ്ടപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ഫൈറ്റ് ചെയ്യുകയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഓസ്കർ വന്നത്. നീ കുറച്ച് ലേറ്റായി പോയി എന്ന് ജുവൻ പറയുന്നു. തലേ ദിവസം ഓസ്കയുടെ അടുത്തിരുന്നപ്പോഴാണല്ലോ ജുവന്റെ അമ്മ അവളെ വിളിച്ചത്. അതുകൊണ്ട് അമ്മയെ മീറ്റ് ചെയ്തതിന് ശേഷം അവൾക്ക് എങ്ങനെയുണ്ട്, അവളുടെ മനസ്സൊക്കെ ശരിയായോ എന്നൊക്കെ ഓസ്കർ അന്വേഷിക്കുന്നു.
ഇപ്പോൾ അതിനെപ്പറ്റി എന്തിനാണ് വീണ്ടും പറയുന്നതെന്ന് ജൂവൻ ചോദിക്കുന്നുണ്ടെങ്കിലും നിനക്കിത് കഴിഞ്ഞ ഒരു സംഭവമായിരിക്കാം. പക്ഷേ റൈമിനെ സംബന്ധിച്ച് ഇതുവരെ അവളുടെ മനസ്സിൽ നിന്ന് അത് പോയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അവൾ ഇപ്പോഴും നിന്റെ അമ്മയ്ക്കൊപ്പം ആ വിസിറ്റിംഗ് റൂമിൽ തന്നെ ഇരിക്കുകയായിരിക്കണം എന്നൊക്കെ ഓസ്കാർ പറയുന്നു. റൈമിന് ശരിക്കും ഓസ്കയുടെ വാക്കുകൾ നല്ല ആശ്വാസം നൽകുന്നുണ്ട്. ഓസ്ക അവളെ വീട്ടിൽ കൊണ്ടുവിടാമെന്നും പറയുന്നു. ജുവൻ അതിനെ സമ്മതിക്കാതെ ഞാൻ അവളെ കൊണ്ടുവിട്ടോളാമെന്ന് പറയുന്നുണ്ടെങ്കിലും റൈം അവൻ്റെ ഒപ്പം പോവാതെ ഓസ്കയ്ക്കൊപ്പം പോകാൻ തയ്യാറാവുന്നു. അങ്ങനെ ഓസ്ക അവളെ കൊണ്ടുവിടാനായി പോകുന്നുണ്ട്. അടുത്ത ദിവസം മുതലാണ് അവൾ റോക്ക് ക്ലൈംബിംഗ് പ്രാക്ടീസ് ചെയ്യിക്കാൻ തുടങ്ങുന്നത്. അതിനും അടുത്ത ദിവസം രാവിലെ അവർ ഒരുമിച്ച് പോകുന്നു. ഏരൻ കുറേ ദിവസങ്ങളായി ഓസ്കയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പക്ഷേ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ അവൻ എവിടെയാണ് എന്നൊന്നും അറിയാതെ അവൾ ജൂവണിനെ മീറ്റ് ചെയ്യാനായി വരുന്നു. മുമ്പ് ജൂവൺ അവളുമായിട്ട് ഉണ്ടാക്കിയ ഡീൽ അനുസരിച്ച് ഓസ്ക എവിടെയാണെന്ന് അവൾ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാമെന്ന് അവൻ സമ്മതിച്ചിരുന്നല്ലോ. അതുകൊണ്ട് ഓസ്കയെക്കുറിച്ച് അറിയാനാണ് അവൾ അവൻ്റെ അടുത്തേക്ക് വന്നത്. അങ്ങനെ ജൂവണ്ണോട് ചോദിച്ചറിഞ്ഞ് റൈമും ഓസ്കയും കൂടി പ്രാക്ടീസ് ചെയ്യുന്നിടത്തേക്ക് അവൾ പോകുന്നു. ആ സമയം അവർ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഓസ്കർ റൈമിനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നു. ജെജു ഐലൻഡിൽ വെച്ച് അവനും ജൂവണും തമ്മിൽ നടത്തിയ ബെറ്റ് എന്താണ് എന്നും റൈം ഇപ്പോൾ ചോദിച്ചറിയുന്നുണ്ട്. അവർ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേരൻ അവിടെ എത്തുന്നു. ചേരനൊപ്പമുള്ള കുറേ ഫോട്ടോസ് തൻ്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞാണല്ലോ ജൂവൻ കുറച്ച് നാളായി ഓസ്കയെ ഓരോന്ന് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചേരനോട് സംസാരിച്ചപ്പോഴാണ് അങ്ങനെ ഒരു ഫോട്ടോസ് അവൾ എടുത്തിട്ടേ ഇല്ലായിരുന്നു, ജൂവൻ വെറുതെ കള്ളം പറഞ്ഞതായിരുന്നു എന്ന് ഓസ്ക അറിയുന്നത്. അവൻ ഇത്രയും നാളും തന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓസ്കയ്ക്ക് നല്ല ദേഷ്യം വരുന്നു. ഓസ്കയും യൂൻസിയോളും തമ്മിൽ അടുത്തിടെയായി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതിനൊരു പരിഹാരം കാണാനായി ജൂവണുമായിട്ട് ഉള്ള തൻ്റെ വിവാഹം എത്രയും പെട്ടെന്ന് ഉറപ്പിക്കണമെന്ന് തീരുമാനിച്ച യൂൻസിയോൾ അതൊന്ന് സ്പീഡിലാക്കാൻ വേണ്ടിയിട്ട് ജൂവൻ്റെ അമ്മയും ഓസ്കയുടെ അമ്മയും കൂടി പോയ ഒരു സ്പായിലേക്ക് തൻ്റെ ഒരു ഫ്രണ്ടിനൊപ്പം പോകുന്നു. ജൂവന്റെ അമ്മയാണ് എന്ന് തനിക്ക് യാതൊരു അറിവുമില്ലാത്തതുപോലെ ഫ്രണ്ടിനൊപ്പം അവിടെ ഇരുന്ന് റൈമും ജൂവണും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ അവർ സംസാരിക്കുന്നു. ജൂവനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവന് തന്നോട് താല്പര്യമില്ല. അവൻ മറ്റൊരാളെയാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അവനെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ആ ബന്ധവുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ അവൾ ഫ്രണ്ടിനോട് സംസാരിക്കുന്നു. തൻ്റെ മകനെക്കുറിച്ചാണ് അവൾ പറയുന്നത് എന്ന് മനസ്സിലായപ്പോൾ ജൂവന്റെ അമ്മ അവളെ തനിച്ച് മാറ്റിയിരുത്തി സംസാരിക്കുന്നുണ്ട്. അവർ നേരിട്ട് ആദ്യമായിട്ടാണ് അവളെ കാണുന്നത്. മുമ്പ് ബ്ലൈൻഡ് ഡേറ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നെങ്കിലും അവർ തമ്മിൽ കണ്ടിരുന്നില്ല. റൈമിനെ കുറിച്ചാണ് അവൾ നേരത്തെ പറഞ്ഞത് എന്ന് അവളുമായി സംസാരിച്ചപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവുന്നു. അതോർത്ത് അവൾ വിഷമിക്കേണ്ട കാര്യമില്ല, അവളുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനമാക്കാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് അവർ തമ്മിൽ പിരിയുന്നത്. താൻ വിചാരിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടന്നതിൻ്റെ സന്തോഷത്തിലാണ് യൂൻസികൾ അവിടെ നിന്ന് തിരികെ പോകാൻ തുടങ്ങിയത്. പക്ഷേ തിരികെ പോകാൻ വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് പറഞ്ഞാണ് ജൂവന്റെ അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് ഓസ്കയുടെ അമ്മയാണ് എന്ന് അവൾ അറിയുന്നത്. അവരുടെ മുന്നിൽ തൻ്റെ ഇമേജ് മോശമായതിൽ അവൾക്ക് വിഷമം തോന്നുന്നുണ്ട്. റായും ജൂവണുമായി പിണങ്ങി പോയിരിക്കുകയാണല്ലോ, അവളുടെ അടുത്തേക്ക് ചെല്ലരുതെന്നും അവനോട് പറഞ്ഞിട്ടുണ്ട്. അവളെ മീറ്റ് ചെയ്യാൻ ഒരു വഴിയും ഇല്ലാത്തതുകൊണ്ട് ജൂവൻ കിം വഴി അയോങ്ങിനെ തൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ട് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനൊപ്പം ഒരു ഡിന്നർ കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് അറിയിക്കുന്നു. അയോങ് അല്ലെങ്കിൽ തന്നെ ജൂവണിന് തന്നോട് താല്പര്യമുണ്ടോ എന്ന സംശയത്തിലാണ്. ഇങ്ങനെ ഒരു ഡിന്നറിൻ്റെ കാര്യം കൂടി പറഞ്ഞപ്പോൾ ആ സംശയം ഒന്നുകൂടി കൂടുന്നു. ബെസ്റ്റ് ഫ്രണ്ടിനെയും കൊണ്ട് ഡിന്നറിന് വരണമെന്നായിരുന്നു ജൂവൺ അവളോട് പറഞ്ഞിരുന്നത്. റായിമാണല്ലോ അയോങ്ങിന്റെ ബെസ്റ്റ് ഫ്രണ്ട്, അതുകൊണ്ട് അവൾ റായിമിനെ കൂട്ടി വരുമെന്നായിരുന്നു ജൂവൺ പ്രതീക്ഷിച്ചത്. പക്ഷേ മറ്റൊരു ഫ്രണ്ടിനൊപ്പമായിരുന്നു അയോങ് വന്നത്. ജൂവണുമായിട്ടുള്ള ഡിന്നർ അല്ലേ, അതുകൊണ്ട് നന്നായി ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തിട്ടായിരുന്നു അയോങ് വന്നത്. കിമ്മിനാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് തീരെ സഹിക്കുന്നില്ല. അപ്പോഴാണ് അയോങ്ങിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ ജൂവൺ പറഞ്ഞത്. കുറച്ച് ദിവസം അവളുടെ കൂടെ താമസിച്ചതിൽ നിന്ന് അവൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞുവെന്ന് അയോങ്ങും കിമ്മും ഒരേപോലെ അന്തം വിടുന്നുണ്ട്. അവളോട് കിമ്മിനൊപ്പം കുറേ സമയം കൂടി ചെലവഴിച്ചിട്ട് കുറച്ച് വൈകി വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ജൂവൺ നേരത്തെ അവിടെ നിന്ന് പോകുന്നു. റൈമിനെ കാണാനായി അവളുടെ വീട്ടിലേക്കാണ് അവൻ പോയത്. പക്ഷെ അവൻ ചെന്ന് ഒരുപാട് സമയം കഴിഞ്ഞ ശേഷമാണ് അവൾ അന്ന് വീട്ടിലേക്ക് എത്തിയത്. അവൾ വഴിയിലൂടെ നടന്നു വരുന്നത് കണ്ട് അവൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും അവൾ അത് അറ്റൻഡ് ചെയ്യാതെ കട്ട് ചെയ്ത് വിടുന്നു. അവനത് കണ്ടപ്പോൾ ശരിക്കും ദേഷ്യം വരുന്നു. അവൻ വേഗം ഇറങ്ങി അവളുടെ അടുത്തേക്ക് ചെന്നിട്ട്, നീ എന്താണ് ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരുന്നത്? ഞാൻ എത്ര നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണെന്ന് അറിയാമോ? എത്ര തവണ നിന്റെ ഫോണിലേക്ക് വിളിച്ചു എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നു. അങ്ങനെ നീ വിളിക്കുമ്പോഴൊക്കെ കോൾ അറ്റൻഡ് ചെയ്യാൻ ഞാൻ നിന്റെ സെക്രട്ടറി ഒന്നും അല്ലല്ലോ എന്ന് ചോദിച്ച് അവൾ തിരിച്ചും ദേഷ്യപ്പെടുന്നുണ്ട്. ജൂവൺ പക്ഷേ പിന്നെയും ഓരോന്ന് പറഞ്ഞ് അവളോട് തട്ടിക്കയറിക്കൊണ്ട് നിൽക്കുകയാണ്. നിനക്ക് എന്തായാലും എൻ്റെ ജീവിതത്തിൽ മെർമെയ്ഡ് ആവാൻ യാതൊരു ഉദ്ദേശവുമില്ല എന്ന് നീ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആ സ്ഥാനം ഞാൻ ഏറ്റെടുക്കാം. നിന്റെ ജീവിതത്തിൽ ഒരു മെർമെയ്ഡിനെ പോലെ ഞാൻ നിന്നോളാം. കുറേ നാൾ കഴിയുമ്പോൾ അപ്രത്യക്ഷമായിക്കോളാം. അതിന് നിനക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.